ഉച്ചവർക്കൊക്കെ കഴിഞ്ഞതാ നല്ലോണം കളിച്ചിങ്ങനെ കിടക്കുകയാണ്. ചേട്ടനും ചേച്ചിയും വരാൻ നേരമായിട്ടുണ്ട്. ഇവിടെ മനുവേട്ടന് ചെറിയ രീതിയിലുള്ള ശരീരവേദനയും ജലദോഷവും അസ്വസ്ഥതയൊക്കെ ആയതുകൊണ്ട് മരുന്നെല്ലാം എടുത്ത് കൊടുത്തിട്ട് അപ്പുറത്തെ മുറിയിൽ ആൾ കിടന്ന് ഉറങ്ങാണ് കേട്ടോ. പപ്പ ഒന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാൾക്കൊന്ന് പോകാൻ കുഞ്ഞൊരു മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉന്തി തള്ളി വിട്ടതാണ്. നമുക്ക് വീട്ടിലടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ പനി വരുമല്ലോ ചുമ വരുമല്ലോ എന്ന് പേടിയുണ്ട്. പക്ഷേ പിള്ളേർക്ക് അങ്ങനെയുള്ള പേടിയാ ശ്രദ്ധയോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൽസുദ കരയാൻ തുടങ്ങിയപ്പോൾ എടുത്ത് മടിയിലിരുത്തി ബാക്കിയുള്ള തുണിയൊക്കെ മടക്കി രണ്ടുപേരും വന്ന പാടെ ചേട്ടനെ പോയി കെട്ടിപ്പിടിച്ച് ഞാൻ വഴക്ക് പറഞ്ഞിട്ടാണ് മാറ്റിയത്. കാരണം ഇവർക്ക് അസ്വസ്ഥത വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബാലരമയുടെ കൂടെ അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഫുട്ബോൾ പ്ലെയറിൻ്റെ ഫോട്ടോ കിട്ടി. ഭയങ്കര സന്തോഷത്തിൽ ഓടി പിടച്ചത് പപ്പനെ കൊണ്ടേ കാണിച്ചു. പിന്നെ സെൽഫി വിത്ത് ബാലരമ എല്ലാ ആഴ്ചയും ഞങ്ങളുടെ ഒരു കലാപരിപാടിയാണ്. അതൊക്കെ ഇപ്രാവശ്യം ചേട്ടൻ്റെ ഫോണിൽ നിന്നാണ് എടുത്തത്. അങ്ങനെ വൈകുന്നേരം ചായക്കുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. പനി ആയതുകൊണ്ട് എന്തായാലും ബണ്ണുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മിൽക്ക് ബിക്കീസിൻ്റെ ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. കൂടുതലൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ചായക്കൊന്നും അങ്ങനെ ഉണ്ടാക്കിയില്ല. വൈകുന്നേരത്തെ ചോറ് ഞാൻ സെറ്റാക്കി. മീൻകറി കുറച്ചിരിക്കുന്നുണ്ട്, വറുക്കാനുള്ളതുണ്ട്. 2-3 ദിവസം മുമ്പും ഇന്നലെ മേടിച്ചതുമായിട്ടുള്ള പച്ചക്കറിയും അതേപോലെ കുറച്ച് പലചരക്ക് സാധനങ്ങളും അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. അതെല്ലാം എടുത്തു വെച്ചു. കുറച്ച് ഉള്ളി ഞാൻ പൊളിച്ചു വെച്ചു.